ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു എൽ ക്രിയേഷൻ യൂട്യൂബ് ചാനൽ. ഫ്രണ്ട്സ്, ഇപ്പം നമ്മളിന്ന് കാണാൻ പോകുന്നത് കർഷകനാണ്. സാധാരണ കർഷകനല്ല നമ്മളിന്ന് കാണാൻ പോകുന്നത്. റബ്ബറിൻ്റെ ഇടവേളയിൽ കുരുമുളക് നട്ട് വൻ വിജയപഥത്തിലെത്തിയ ഒരു കർഷകനെയാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത്. നമുക്കറിയാലോ, ഇപ്പോൾ റബ്ബറിന് വെറും 150-140 രൂപ വിലയുള്ളൂ. എന്നാൽ 10 വർഷം മുമ്പ് ഒന്ന് ചിന്തിച്ച് വയ്ക്കുമ്പോൾ അന്ന് ആ സമയത്ത് 250-280 രൂപ എന്നാണ് ആ സമയത്ത് റബ്ബറിൻ്റെ വില. അപ്പോൾ നമ്മൾ ഈ കാലഘട്ടത്തിൽ സ്വാഭാവികം എല്ലാ ആൾക്കാരും റബ്ബർ വെട്ടിക്കളയാണ്. പക്ഷേ ഇദ്ദേഹം റബ്ബർ വെട്ടിക്കളയാതെ റബ്ബറിൻ്റെ ഇടവേളയിൽ കുരുമുളക് കൊടി നട്ട് വൻ വിജയത്തിലെത്തിക്കൊണ്ടാണ് ആ കർഷകൻ. അപ്പം നമുക്ക് അദ്ദേഹത്തിന് നേരെ പോയി കാണാം. അപ്പോൾ ആരും വീഡിയോ സ്കിപ്പ് ചെയ്തിരിക്കുക, വീഡിയോ ഫുള്ളിരുന്ന് കാണുക. കാരണം വളരെ ഇൻട്രസ്റ്റിംഗ് ആയ സ്റ്റോറി ആയിരിക്കും. ഈ വീഡിയോ കാണാൻ ഏതെങ്കിലും കർഷകനുണ്ടെങ്കിൽ തീർച്ചയായും കണ്ടു നോക്കൂ. ഉറപ്പായിട്ടും നമുക്ക് നല്ല രീതിയിൽ ഗുണം ഉണ്ടാവും. വീഡിയോ ഉറപ്പായിരിക്കും. നമുക്ക് നേരെ അദ്ദേഹത്തിന് കാണാൻ പോകാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ എത്തിയിരിക്കുന്നത് ഈ നമ്മുടെ കർഷകരുടെ ഒപ്പമാണ്. നേരെ നമുക്ക് കർഷകരെ പരിചയപ്പെടാം. ചേട്ടൻ്റെ പേര് ചേട്ടാ? എൻ്റെ പേര് ഡൊമിനിക് രണ്ടാംകാട്ടിൽ. ഡൊമിനിക് രണ്ടാംകാട്ടിൽ. അതെ. അപ്പോൾ ചേട്ടാ, ഇത് ഞങ്ങൾ അറിഞ്ഞത് എങ്ങനെ വെച്ചാൽ ചേട്ടൻ്റെ അനിയച്ചാൽ ജോണേട്ടനാണ് ഞങ്ങൾ പറഞ്ഞത്. ജോണേട്ടൻ വിളിക്കാൻ ജോണേട്ടാ. അപ്പോൾ ഇതാണ് ഞങ്ങൾ ജോണേട്ടൻ. ഈ ചേട്ടാ ചേട്ടൻ അല്ലേ? അപ്പോൾ ഈ ചേട്ടനാണ് ശരിക്കും പരിചയപ്പെട്ടത്. അപ്പോൾ ഈ ചേട്ടനും ഇതേപോലെ ഈ കൃഷി തുടങ്ങാനൊരു ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ചേട്ടാ, എങ്ങനെയാണ് ഈ റബ്ബറിനൊപ്പം ഈ കുരുമുളക് കൃഷി വളർത്താൻ കാരണം എന്തായിരുന്നു? കാരണം എന്താ വെച്ചാൽ, റബ്ബർ വെച്ച് നമ്മൾ റബ്ബറിൻ്റെ ആദായം നോക്കിയപ്പോഴത്തേക്ക് ആ കാലഘട്ടമായപ്പോഴത്തേക്ക് റബ്ബറിൻ്റെ വില തീരെപ്പോയി ഒന്നിനും അല്ലാത്ത ഒരവസ്ഥയായി. ഒരു കാലഘട്ടത്തിൽ നല്ല വില ഉണ്ടായിരുന്നു. ആ സമയത്താണ് റബ്ബറെല്ലാം വെച്ച് പിടിപ്പിച്ചത്. 1 കിലോയ്ക്ക് 255 രൂപ വെച്ച് ഞാൻ കൊടുത്തിട്ടുണ്ട്. 1 കിലോ 255 രൂപ വെച്ച് ഞാൻ കൊടുത്തതാണ് 1 കിലോയ്ക്ക് റബ്ബറിന്. ഈ റബ്ബർ വിട്ട് തുടങ്ങിയ അവസരത്തിൽ അതിന് മുമ്പൊക്കെ നല്ല വിലയല്ലോ. അത് കഴിഞ്ഞ് സംഗതി വില പോയി ഒരു 85 രൂപ 80 രൂപ വിലയായി. അപ്പൊ പിന്നെ എന്താ ചെയ്യണേ? അപ്പൊ പിന്നെ ഈ നഷ്ടത്തിലേക്കായി. അപ്പൊ ഇതിനകത്ത് വേറെ എന്താ ഒരു മറു സൈഡ് എന്നുള്ളത് ചിന്തിച്ചപ്പോഴാണ് ഈ കുരുമുളകിൻ്റെ കാര്യത്തെപ്പറ്റി ആലോചിച്ചത്. അപ്പോൾ എൻ്റെ വീട്ടിൽ പരമ്പരാഗതമായിട്ട് എൻ്റെ ഫാദറായിട്ട് കുരുമുളക് കൃഷി ഉള്ളതാണ്. അതിൽ ഏറ്റവും നല്ല ഇനം വീട്ടിലെ മുറ്റത്തൊരു പ്ലാവ് ഉണ്ടായിരുന്നു. പ്ലാവ് നിറച്ചിത് കിടക്കുക. അതിൻ്റെ തണ്ട് എടുത്തിട്ട് കുറേശ്ശെ ഇട്ടിട്ട് എല്ലായിടത്തും ഇതായി മാറുകയത്. അപ്പോൾ ഇപ്പോൾ റബ്ബറിന് ഇച്ചിരി വില ഉണ്ടെങ്കിലും ഇത് പിന്നെ എല്ലാവർക്കും തുടങ്ങിയ കാലത്ത് എല്ലാവർക്കും ഒരു പേടിയുണ്ടായിരുന്നു. അയ്യോ, റബ്ബറെ കൊണ്ട് കുരുമുളക് കിട്ടുക, റബ്ബറിൻ്റെ പാല് കുറയും, അങ്ങനെ പറയും ഇങ്ങനെ പറയുന്നുള്ളത്. പക്ഷേ ഞാൻ രണ്ടും കൽപ്പിച്ചങ്ങ് ഇടും. അതിനും ഒരു കാരണമുണ്ട്. നമ്മുടെ വീടിന് മുറ്റത്ത് ഒരു നല്ല മരം, അത് റബ്ബറിൽ ഏറ്റവും വില കൂടിയ റബ്ബറാണ് ഞാൻ വീടിൻ്റെ ചുറ്റും വെച്ചേക്കണത്. അന്നത്തെ കാലത്ത് ഒരു തൈക്ക് 60 രൂപ. അത് ഇവരുടെ ലിഡിയയുടെ വീടിലേക്ക് കയറി പോകുന്നിടത്ത് വലിയ നഴ്സറി ഉണ്ടായിരുന്നു. അവിടെ ഏറ്റവും വില കൂടിയ റബ്ബർ തൈ എന്ന് പറഞ്ഞാൽ 60 രൂപയുടെയാണ്. അവന്മാർക്കാരെയും മേടിക്കില്ല, കാരണം ആൾക്കാർ ഇത്രയും വില കൊടുത്ത് മേടിക്കണ്ടേ. അപ്പം ഞാൻ 50 എണ്ണം മേടിച്ച ആദ്യമായിട്ട്. അത് വെട്ടി ശരിക്കും പാല് കൊണ്ട് എല്ലാം ഉണ്ടായിരുന്നു. അതിൻ്റെ പേരെനിക്ക് അറിയപ്പെടില്ല. നല്ലോണം 105 കൂടിയതാ. 100 വളരെ കൂടിയതാ. അന്ന് 414 വരുന്നേ ഉള്ളൂ. വരാൻ പുറത്തേക്ക് ഇറങ്ങിയിട്ടില്ല. പുതിയ റബ്ബർ തൈ എല്ലാം പൊളിഞ്ഞു പോയി, വെറുതെ പോയി, ഒന്നിനും കൊള്ളില്ലത്. അപ്പം അങ്ങനെ ഇരുന്നപ്പോഴത്തേക്ക് ഞാൻ പിന്നെ ഈ റബ്ബർ തയ്യൽ ഇത് ഇട്ടാൽ എങ്ങനെയാകുമെന്നും കുരുമുളക് ഇട്ടാൽ പാല് കുറയുമെന്നൊരു പേടിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോഴാണ് അതിലൊരു മരം, ശരിക്കും പാല് കിട്ടിക്കുന്ന മരം, ഒരാഴ്ച കൊണ്ട് കംപ്ലീറ്റ് പാല് നിന്ന് ഒന്നുമില്ലുണ്ടായി. അപ്പോൾ അതിനടുത്ത് നല്ല കുരുമുളക് തണ്ട് കിടപ്പുണ്ടായിരുന്നു. അതും കൂടി ഞാൻ കയറ്റി വിട്ട്, കുരുമുളക് കയറ്റി വിട്ട് അത് ശരിക്കും കയറിപ്പോയിട്ട് നല്ലോണം കുരുമുളക് ഉണ്ടാവുകയും ചെയ്ത് ഒരു 2 കൊല്ലം കഴിഞ്ഞപ്പോൾ ഞാൻ ആ റബ്ബറെ വെച്ചപ്പോൾ ചെത്ത് വെക്കുമ്പോൾ ഇഷ്ടംപോലെ പാലും ഉണ്ട്. അതിൻ്റെ അർത്ഥം കുരുമുളക് കയറിയ റബ്ബറിന് പാലില്ലാതാവില്ല, ഉറപ്പായി പാലുണ്ടാവും. റബ്ബറിന് ചീക്ക് പിടിച്ചാൽ റബ്ബർ പോവും. അല്ലാതെ കുരുമുളക് കയറിയെന്നും പറഞ്ഞ് റബ്ബറിൻ്റെ പാല് പോകുക, റബ്ബറിന് ക്ഷീണം വരും ഇല്ല. അതിന് ഡെഫിനറ്റ് ആയില്ല. പിന്നെ ഞാൻ അനുഭവങ്ങളോട് തെളിയിച്ചു. അപ്പം പിന്നെ മുഴുവൻ ഉള്ള തണ്ട് മുഴുവൻ എടുത്തെടുത്ത് കുറേശ്ശെ ഇട്ടിട്ട് ഇങ്ങനെ കൊണ്ടുവന്നതാണ്. ആ മരം ഇപ്പോഴും അവിടെ നിൽപ്പുണ്ട്. ഇപ്പം ആ മരത്തെ ഒരു വലിയ കൊടി കൂടെ കയറ്റി വിട്ടിട്ടുണ്ട്. ആ മരത്തിൽ ഇപ്പോഴും അതിന് പാലുണ്ട്, ഒരു ഇരട്ട പാലുമുണ്ട്. അപ്പം ചീക്ക് പിടിക്കുന്നത് കൊടി കിട്ടിട്ടല്ല ആണെന്നുള്ള തെറ്റിദ്ധാരണ ഒഴിവാക്കുക, മാറ്റുക. ചില ആൾക്കാർ ഞാൻ തുടങ്ങിയ കാലത്ത് അയ്യോ ഇത് ഒറ്റ ശകലം പോലും പാല് കിട്ടിയാല, മുഴുവൻ പോവും. അപ്പോൾ ആൾക്കാർ പറഞ്ഞാൽ ഇതിൻ്റെ ഈ വേര്
ഇതെങ്ങനെ എനിക്ക് മനസ്സിലാക്കി ഇതിൻ്റെ ഈ വേര് പാല് വലിക്കുന്നവർ ഇത്രയും കട്ടിക്കകത്ത് എങ്ങനെ പാല് വലിക്കണ തൂക്കിയിട്ടുണ്ട് പുറമെ മാത്രം പിടിച്ചിരിക്കുക ഉള്ളത് അല്ലാണ്ട് അകത്തേക്ക് അതിന്റെ വേര് പോവുക എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? ഇല്ല. ആ ഇത്തിക്കണ്ടി അവിടെ ഒരു മറന്നു പൊട്ടി ഇത്തിക്കണ്ടി കയറിയിട്ട് ശകലം പാലില്ലല്ലേ അത് പൊട്ടി ഒഴുകും. അതിൽ ഇത്തിക്കണ്ടിയുടെ വേര് പോണവിടെ എല്ലാം അങ്ങ് പൊട്ടും. ഇത് ആ കുഴപ്പം ഇത് ഇവിടെയല്ലേ പിടിക്കണല്ലോ, അകത്തേക്ക് കയറുന്നില്ലല്ലോ. ഇത്രയും പിടിച്ച് ഇവിടെ പിടിച്ച് കയറി പോകുന്നത്. അപ്പം അത് അപ്പം എനിക്ക് ധൈര്യമായി. ഏതായാലും കൊടിയിട്ടതിൻ്റെ പേരിൽ പാലില്ലാണ്ട് വരികയില്ല. മരത്തിൽ ചീക്ക് പിടിക്കും, ആ സദ്യ. അത് ഏത് റബ്ബറായാലും ചീക്ക് കുറേ ചീക്ക് പിടിച്ച് പോവും, ഉറപ്പാണ്. പ്രത്യേകിച്ച് ഈ പറമ്പിൽ തണുപ്പ് കൂടുതലുള്ള സ്ഥലത്ത് ചീക്ക് കൂടുതൽ പിടിക്കും. വെള്ളം നിൽക്കുന്നതാണ്, നിന്ന് ഒഴുകിക്കൊണ്ടിരിക്കുന്നതാണ്. അപ്പം അതന്നെ പാത്തി കയറിയിട്ടേക്കണം. അങ്ങനെ അതെ, അങ്ങനെ ഞാൻ ഇട്ട് എല്ലാത്തിലും കുടിയിട്ട് കയറി ആദ്യത്തെ കൊല്ലം 3-4 കിലോ റബ്ബർ അല്ല കുരുമുളക് ഉണങ്ങി ഞാൻ പാകത്ത് വെച്ച്. പിറ്റേ കൊല്ലമായപ്പോഴത്തേക്ക് ഒരു 15 കിലോ കുരുമുളകും കിട്ടി എനിക്ക് ഉണക്ക. അന്ന് ഞാനത് വിറ്റത് 720 രൂപ വെച്ച് 1 കിലോയ്ക്ക് വിറ്റത്. ആ സ്ഥാനത്ത് പിറ്റേ കൊല്ലമായപ്പോൾ 500 രൂപയായി, പിറ്റേ കൊല്ലമായപ്പോൾ 400 രൂപയായി. ഈ കഴിഞ്ഞ കൊല്ലം ഏറ്റവും കൂടുതൽ കുരുമുളക് ഉണ്ടായി കഴിഞ്ഞ കൊല്ലം 60 കിലോ ഉണക്ക കുരുമുളക് കിട്ടി എനിക്ക്. 60 കിലോ ഉണക്ക കുരുമുളക് കിട്ടി. അപ്പോൾ അന്നേരം കഴിഞ്ഞ കൊല്ലം വില തീരെ പോയി. 300 വെച്ച് കൊടുത്ത്. ഇതാണ് എൻ്റെ വ്യത്യാസം. അല്ല ഇതിന് ഒറ്റ കാരണം പറയാനുള്ളത് എന്ന് വെച്ചാൽ കുടി കയറിയെന്നും പറഞ്ഞ് റബ്ബറെ പാല് കുറയോ റബ്ബറിൻ്റെ വളർച്ച കുറയോ ഇല്ല. ഒന്നത്. രണ്ടാമത് നമ്മൾ ഈ സൈഡിൽ ഇപ്പോൾ കൊടിയിട്ട് ശരിക്കും കയറിപ്പോയില്ലേ, കൊടി കയറിപ്പോയിട്ടുണ്ടല്ലോ. ആ കയറിപ്പോണ സ്ഥലത്ത് നല്ല ചൂടുകാലത്ത് വെയിൽ കൊള്ളില്ല. ആ കൊടി നമ്മൾ തിരിച്ച് മറിച്ചിട്ട് കഴിയുമ്പോൾ ഈ ഭാഗത്ത് വെട്ടാൻ നല്ല സുഖമാണ്. അത്രയും ഭാഗത്ത് തൊലിക്ക് നല്ല സ്മൂത്താണ്. ഇതിപ്പോ വരച്ചു പറ്റേ ഇവിടെ ഇവിടെ ഇപ്പം ഇച്ചിരി മൂത്ത് കഴിയുമ്പോൾ പിന്നെ തണ്ടിന് ഇല കുറയും, മനസ്സിലായി. മറ്റേത് ഞാൻ അടിഞ്ഞ് കയറി പോകും, നല്ല നിറച്ച ഇലയായിട്ടാണ് കയറി പോണേ. അല്ല മിക്കതും ഉണ്ടാകുന്ന സംശയം വേറൊന്നല്ല. ഇപ്പൊ നമ്മളിപ്പോ ഇതൊരു കേജ് വിടുന്നുണ്ടല്ലോ, ഇപ്പൊ കേജ് വിടുമ്പോ നമ്മളിപ്പോ ഈ വർഷത്തേക്ക് വെട്ടി കഴിയുന്ന സമയത്ത് ഇതിന്റെ പട്ട ഇരും. അപ്പോൾ നമ്മൾ അപ്പുറത്ത് വെട്ടുമ്പോൾ മറിച്ചു വെട്ടും. അപ്പൊ ഈ തണ്ട് ഇവിടെ കിടന്ന തണ്ടാ അന്ന് ഇങ്ങനെ വളഞ്ഞ് ഇങ്ങനെ മേലോട്ട് കയറി പോയ തണ്ടാ മേളിൽ കയറി. അപ്പൊ നമ്മൾ ഇതിന്റെ വേര് വിട്ടളേ നമ്മള് അത് നമ്മൾ അടിയിൽ നിന്ന് കാണിച്ച് അത് അടിയിൽ നിന്ന് ഇപ്പൊ നമ്മളെ അടിയിൽ നിന്ന് ഇടിക്കണ പേര് നമ്മുടെ നിൽക്കാൻ പറ്റുന്ന പാകത്തിനും ഒരാളുടെ പൊക്കത്തിന് ശരിക്കും റൗണ്ട് അടിക്കാൻ പറ്റുന്ന പാകത്തിൽ പിടിച്ചിട്ട് അത് ഒന്നിനും ഏത് സൈഡിലേക്ക് വലിച്ചു കിട്ടുക, അല്ലെങ്കിൽ ഇച്ചിരി ലൂസാക്കി പുറത്തേക്കിട്ട് അറ്റം മാത്രം കെട്ടുക. പിന്നെ അത് കയറിപ്പോക്കോളും. അങ്ങനെ വലിച്ചിട്ടേക്കണ അതിൻ്റെ ഏറ്റവും കൂടുതൽ വ്യക്തമായി കാണാവുന്ന ഇത് കറക്റ്റ് കാണാം. ഇതിപ്പുറത്ത് കിടന്നതാ. ഇത് കൊല്ല 2 കൊല്ലമാണ് കയറിഞ്ഞ് മേലോട്ട് കയറിക്കുള്ളത്. ഈ സൈഡിൽ കിടന്ന എൻ്റെ കട കണ്ടില്ലേ, എൻ്റെ കട അവിടെ കിടക്കണത്. ഇതേ ഉണ്ടോ എൻ്റെ കട ഇവിടെ കിടക്കണേ. അവിടുന്ന് എൻ്റെ കട എവിടെ കിടക്കണം, വളച്ചെടുത്തേക്കണതാ, വളച്ച് കൊണ്ടുവന്ന് കെട്ടിയിട്ടേക്കണതാ. ഓക്കെ. അപ്പോൾ ഇനി ഞാൻ പറഞ്ഞു, ഇനി വീണ്ടും ആ പട്ട തീരുമ്പോൾ തിരിച്ച് പൊളിച്ചെടുത്ത് അപ്പുറത്തേക്ക് വെച്ച് വെക്കട്ടാം. ഇത് അതുപോലെ ഇന്ന് പ്രത്യേകം ഇതിപ്പോൾ ഇക്കൊല്ലം ഇല്ലാന്നിട്ടാണ്. ഇത് നിലത്ത് കിടന്നാൽ ഇങ്ങനെ നിലത്ത് ഓടിപ്പോണതല്ല, അല്ലാതെ ഇങ്ങനെ ചുറ്റും വട്ടത്തിൽ കിടന്നാൽ അത് നിറച്ച് മുളക് ഉണ്ടായിക്കോളും. അല്ലാതെ മുകളിൽ കയറിയെങ്കിൽ മാത്രമേ മുളക് ഉണ്ടാവുള്ളൂ എന്നുള്ള നിർബന്ധം. ചേട്ടാ മിക്കവർക്കുള്ള വേറൊരു സംശയം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ റബ്ബറിന് ചോട്ടിൽ എന്ത് കൃഷി നട്ടാലും അത് പിടിക്കില്ലെന്ന് പറയുന്നുണ്ട്. കാരണം ഞങ്ങൾ വീട്ടിൽ കപ്പൊക്കെ നട്ടിട്ട് കപ്പ ചുമ്മാ പൊങ്ങി. അത് പിടിക്കാം. റബ്ബറിന്റെ ചൂട്ടിൽ റബ്ബറിന്റെ ചൂട്ടിലല്ല, റബ്ബറിന്റെ ഇടയ്ക്ക് നടക്കാൻ പറ്റുന്ന 2 സാധനങ്ങൾ. ഒന്ന് കാപ്പി, അത് വളർന്നു പോയിക്കോളും. അതായത് ഈ പിന്നെ വാഴ നിൽക്കുന്നില്ല, വാഴയ്ക്ക് വലിയ കുഴപ്പമില്ല. അത് മറ്റേ പോലെ വാഴ ചിലർ പറയുന്നത് നിൽക്കുന്നില്ല, ഓല വന്ന് അത് സെയിൽ വെക്കാനുള്ള കൊല കിട്ടൂല. നമ്മുടെ ആവശ്യമുള്ള കൊല കിട്ടും. നമ്മുടെ ആവശ്യമുള്ള കിട്ടും. ഇവിടെ എല്ലാം ഇടയ്ക്ക് വാഴയുള്ള ഞാൻ എല്ലാം വെച്ചിട്ടുണ്ട്. ഇതെല്ലാം നമ്മുടെ ആവശ്യമുള്ള കൊല കിട്ടിയതെല്ലാം. അടയ്ക്കാവരം സുഖമായിട്ട് വളരും ഇതിനിടയ്ക്ക്. പക്ഷേ കായ്ഫലം കുറയും. അടയ്ക്കാവരം പിടിക്കും ശരിക്കും, കായ്ഫലം കുറയും. എന്നാലും നഷ്ടമില്ല, കാരണം അതിന്മേൽ കൊടിയേറ്റി വിടാം. കുറെ അടയ്ക്ക ഉണ്ടാവുകയും ചെയ്യും. കുറെ അടയ്ക്ക ഉണ്ടാവുമല്ലോ, എങ്ങനെ ആയാലും കുറെ അടയ്ക്ക ഉണ്ടാവും. പ്രത്യേക കിടക്കുന്നത് ഇല്ലാത്തതുകൊണ്ട് അതിൻ്റെ ഒരു കൊല ഞാൻ പറിച്ച് കഴിഞ്ഞതാ. ഒരു കൊല ഞാൻ പറിച്ച് അതിൻ്റെ അപ്പുറത്ത് അടുത്ത് പുതിയ ചോട്ട ഒരു കൊല അപ്പുറത്ത് ഞാൻ പറിച്ച് കഴിഞ്ഞതാ.
ഇതൊക്കെ അതെല്ലാം കുഴിച്ച് അടയ്ക്കാൻ അതിലൊക്കെ ആടെ ചോട്ട വീട്ടിൽ നിൽക്കണം കിടക്കാൻ പറ്റണം. അതൊക്കെ അടയ്ക്കാം. റബ്ബർ അടയ്ക്കാം. പക്ഷെ തെങ്ങ് പിടിക്കില്ല. തെങ്ങ് പിടിക്കും. തെങ്ങ് കാര്യമായിട്ട് കഴിക്കില്ല. കാരണം തെങ്ങിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ തെങ്ങിൻ്റെ വളം ഇട്ട് കഴിഞ്ഞാൽ അതൊരു ഒരാണ്ടിൽ 4 കുമ്പം തെങ്ങിന് വരും. ഇത് വളം എടുത്തിട്ട് വരുമ്പോഴത്തേക്കും റബ്ബറിൻ്റെ പേരും എല്ലാം കയറി അടയ്ക്കാവറും കുഴപ്പമില്ല. അടയ്ക്കാവറും പിടിച്ച് കുഴപ്പമില്ല നിൽക്കുന്നു. ഇപ്പൊ ഞങ്ങൾ വീട്ടിൽ ചേമ്പും ചേനൊക്കെ നട്ടു. വെറുതെ പിന്നെ എന്തെങ്കിലും കിട്ടും എന്നുള്ളതല്ലാതെ ഒന്നും കിട്ടിയില്ല. ഒന്നും കിട്ടാൻ വരികയല്ല. ഒന്നും കിട്ടില്ല. ഞങ്ങൾക്ക് ഒന്നും കിട്ടാതെ പയറൊക്കെ നട്ടു. പയറൊക്കെ ചുമ്മായി പോയി. പയർ അങ്ങനെ ചെറിയൊരു പക്ഷെ കിട്ടില്ല. ശരിയാ. അത് കറക്റ്റാ. ഞാൻ 2 റബ്ബറിന്റെ ഇടയ്ക്ക് ഒരു നേരം കാപ്പി വയ്ക്കുക. അവിടെ ആ സൈഡിൽ നിൽപ്പുണ്ട്. ഇവിടെ ഞാൻ വെച്ച് വരുന്നേ ഉള്ളൂ. കൊടിയുടെ മുളകും കിട്ടും, കാപ്പി ഒരേ തന്നെ 3 ആദായം കിട്ടും. ഇതിപ്പോ ഞങ്ങള് കാപ്പിക്കുരു വീണ് പറിച്ചതാ. കാപ്പിയാണല്ലേ? അത് കാപ്പിക്കുരു വീണ് പറിച്ചതാ. അത് മുളക് ശരിക്കും മുളക് ഉണ്ടായതാ ഇതില്. ഇക്കൊല്ലം കുറവാന്ന് മാത്രമേ ഉള്ളൂ. കുറവാന്നേ ഉള്ളൂ. ഇതിന്റെ പ്രത്യേകത കാപ്പി എന്തെങ്കിലും വെച്ച് കഴിഞ്ഞാൽ കുരുമുളക് കയറ്റി വിടാനുള്ള ലക്ഷ്യത്തിൽ ഇതിന് ഈ ബ്രാഞ്ചസ് വരില്ല. അതെല്ലാം ഒടിച്ച് കളയണം. അതിനാണ് വലിച്ചു കെട്ടിയേക്കണത്. പയ്യൊന്ന് ഉടക്കി കെട്ടിവിടണം. പിന്നെ ഇത് ഈ ശരിക്കും കാപ്പി ഇങ്ങനെ ഒറ്റയ്ക്ക് നിൽക്കണ കാപ്പിയിൽ ശരിക്കും കുരുവളം ഉണ്ടായി കഴിയുമ്പോൾ കുരുവളം പോട്ടെ, കാപ്പിക്കുരു ഉണ്ടായി കഴിയുമ്പോൾ ഉണ്ടല്ലോ ഈ കാപ്പി അങ്ങനെ സൈഡിലേക്ക് വളയും. ഇതിന് കാപ്പി ഒറ്റ തണ്ടായിട്ട് നിൽക്കുമ്പോൾ അതിന് കാപ്പിക്കുരിന് വെയിറ്റ് ഉണ്ടാവും. അങ്ങനെ സൈഡിലേക്ക് വളയും. വളഞ്ഞിട്ട് അങ്ങനെ ചാഞ്ച് നിൽക്കുന്ന സമയത്ത് എന്തെങ്കിലും അതിൻ്റെ പുറത്തേക്ക് ഒടിഞ്ഞു പോകും. അങ്ങനെ ഒരു ഒടിഞ്ഞതില്ല അവിടെ നിൽപ്പുണ്ട്. അപ്പോൾ അത് കാരണം ഇത് അല്ലാതെ ചെറിയൊക്കെ വള്ളിയിട്ട് എവിടെയെങ്കിലും ഒക്കെ ഒന്ന് ഉടക്കി വെച്ചേക്കും. എന്നിട്ട് ഇതിലേക്ക് കുരുമുളക് കയറ്റി വിടുക. എന്നിട്ട് കുരുമുളക് കയറ്റി വിടണം. അപ്പോഴാണ് അതിൻ്റെ നമുക്ക് ലാഭം ഉണ്ടാവും. കുരുമുളക് രണ്ടും മുളക്. അപ്പൊ ഈ റബ്ബറിൽ കുരുമുളക് കയറ്റി വിടാനുള്ള ഒരു കാര്യം എന്താണ്? ഒറ്റക്ക് തോന്നിയ ഒരു അഭിപ്രായം തോന്നിയാണോ? അല്ല, അത് അതായത് കുരുമുളക് എവിടെ കയറിയാൽ ഒന്ന് മനസ്സിലാക്കാം. കുരുമുളകിന് ഒരുമാതിരി വെയിൽ കിട്ടുവാണെങ്കിൽ എവിടെ കയറിയാൽ അത് മുളക് ഉണ്ടാവും. ഇതായും പറഞ്ഞതാണ് ശരിക്കും. അല്ല, ഇത് ഞങ്ങൾക്ക് പിന്നെ ദൂരെ ഇനം നല്ലതായിരിക്കണം. ഇവിടെ വെച്ചാൽ ഇത് പേരെനിക്കറിയാൻ പാടില്ല. അച്ചാച്ചൻ ആയിട്ട് ഉള്ളതാ. പഴയ ഉണ്ടാകണതാ. അതൊക്കെ വെറുതെ അല്ല. ഇത് പാരമ്പര്യമായിട്ട് പണ്ട് കാലം നമ്മുടെ ഉള്ളതാ, കിട്ടിക്കൊണ്ടിരുന്ന അച്ചാച്ചന്റെ കാലം മുതൽ ഇങ്ങനെ. അച്ചാച്ചൻ പേരെ അറിയായിരുന്നു. അച്ചാച്ചന്റെ കറക്റ്റ് പേരൊക്കെ പറയുമായിരുന്നു. പേര് പറയാറുണ്ട്, പക്ഷെ ഞാൻ ഓർക്കണില്ല. അന്ന് എന്നൊന്നും പേരൊന്നും ഓർക്കില്ല. ഞാൻ ഓർക്കണില്ല. അന്ന് അച്ചാച്ചനറിയാം. ഇതിന് ഓരോന്നിനും പേര് അച്ചാച്ചൻ പറയാറുണ്ട്. വീട്ടിൽ വെച്ച് ഇങ്ങനെ ഓരോ സൈസ് ഓരോന്നിനും പേര് പറയാറുണ്ട്. അതിൻ്റെ ഓരോന്നിൻ്റെ ഗുണങ്ങളും ഓരോന്നിൻ്റെ കുറവുകളും. ഇതാണ് ഏറ്റവും നല്ല. ഇതാകുമ്പോഴത്തേക്ക് പുതിയ മോഡൽ കിട്ടുന്നുണ്ട്. ഓരോ ഇനം വെച്ച് കിട്ടുന്നുണ്ട്. അതിന് പ്രതിരോധം അതിന്റെ കുറവാണ്. അത് കേരളാച്ചലിന് ആ ഒരു സാഹചര്യം ചിലപ്പോൾ ജീവിച്ചിരിക്കില്ല. ഇനമായതുകൊണ്ട് കൂടുതൽ പിടിച്ചു. ഇതിനിട്ട് ആ പടി ഞാൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ റബ്ബറിൻ്റെ ഇല പൊഴിയുമ്പോൾ അത് ചില സമയത്ത് കണ്ടമാനം ചൂടുള്ള സമയത്ത് ഇവിടെ വെള്ളമുണ്ട്, കുറേശ്ശെ നനയ്ക്കും. അത് ഇതിനായിട്ട് നനയ്ക്കുകയല്ല, റബ്ബറിൻ്റെ ഉള്ളിൽ ഞാൻ ഒഴിച്ചു പോകും. അപ്പോൾ എല്ലാത്തിനും പിടിച്ചോളൂ. അപ്പോൾ ചൂടുകാലത്ത് മാത്രം എന്നെ വെള്ളം ഒഴിക്കുന്നു. ചൂടുകാലത്ത് മാത്രം. വളം ഇടുന്നുണ്ട്. വളം പ്രത്യേകിച്ച് ഒന്നുമില്ല. പിന്നെ ഈ പറമ്പിലൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ല, ആട് ഫാം ഞാൻ നടത്തുന്നുണ്ടായിരുന്നു. 5 കൊല്ലം ആട് ഫാം നടത്തിയായിരുന്നു. ഈ ആട് ഫാമിന്റെ വളം മുഴുവനും ഇവിടെ കൊണ്ട് 5 കൊല്ലത്തേക്ക് വളം കൂടി നമുക്ക് അത് ഈ പറമ്പിൽ ആ വളം ശരിക്കും എപ്പോഴും ഉണ്ട്. അപ്പോൾ അന്ന് റബ്ബർ വെച്ച കാലത്ത് മുഴുവൻ ഇടയ്ക്ക് മുഴുവൻ വാഴയും വെച്ച് വാഴ വെച്ച് ഈ ആട്ടുംകാട്ടം മുഴുവൻ ഓരോ വാഴയുടെ ചുവട്ടിലേക്ക് ഇട്ട് അത് 5 കൊല്ലത്ത് 2 പെട്ടിവണ്ടി നിറച്ച് ഞാൻ കൊണ്ടുവരിക. 2 പെട്ടിവണ്ടി എപ്പോൾ തരണം അപ്പോൾ സാധനം പോന്നു കഴിഞ്ഞാൽ ആ വളത്തിലായി സത്യത്തിൽ ഈ ഇതെല്ലാം നിൽക്കണം. അതിൻ്റെ അടിസ്ഥാനമായിട്ട് കിടപ്പുണ്ട്. അതൊരു സത്യമാണ്. അതിൻ്റെ തീർച്ചയായിട്ടും ഉണ്ട് അതിൻ്റെ മാറ്റം. അപ്പം ഈ റബ്ബറാനിട്ട് ഇപ്പം ഈ റബ്ബർക്ക് ഒരുവിധം വളർച്ച ഉള്ളത് അന്നത്തെ ആ വളത്തിൻ്റെ. പിന്നെ ഇപ്പം ഞാൻ ചെയ്യണമെന്ന് വെച്ചാൽ ഇപ്പോൾ ഈ ഇടയായിട്ട് ഇപ്പോൾ 2-3 കൊല്ലമായിട്ട് ഞാൻ 2 കൊല്ലം കുടുംബത്തിലൂടെ ചാണകം ഇറക്കും. അതിങ്ങനെ കൊടിയുടെ ചൂടായിട്ടങ്ങ് വെച്ചേക്കും. നമുക്കിപ്പോൾ റബ്ബറിന് വേണ്ടി മാത്രമാണ് ഈ ചാണകം കിട്ടുന്നത്. അല്ല, എല്ലാത്തിനും ഉപകാരപ്പെടും. ഈ ചാണകം കിട്ടുന്നത് റബ്ബറിന് തീരെ വിലയില്ല. മിക്കവരും വെട്ടിക്കളിയാണല്ലോ റബ്ബർ. അപ്പം അതിന്റെ അടുത്ത നടപടികളിൽ കുരുമുളക് കയറ്റി വിടുക, ഇടയ്ക്ക് കൃഷി ചെയ്യുക. അതാണ്. ഇപ്പം കാപ്പിയാണെങ്കിലും കൃഷി ചെയ്യുക, അടയ്ക്കാമരാണെങ്കിലും കൃഷി ചെയ്യുക, ഇടയ്ക്ക് നമ്മുടെ ആവശ്യമുള്ള വാഴപ്പഴം കിട്ടുന്നതിൽ അതിൽ കൃഷി ചെയ്യുക. അപ്പോൾ അതെല്ലാം എങ്ങനെ മുതലാക്കാനൊക്കെ ഉള്ളൂ. റബ്ബർ തന്നെ ഇപ്പോൾ ഒരു തരത്തിലും മുതലാക്കാൻ പറ്റിയല്ല. ഇപ്പോൾ വെട്ടുകാരനെ കൊണ്ട് കൂട്ടുവാണെങ്കിൽ അവന് കൊടുത്തിട്ട് ബാക്കി കിട്ടിയല്ല. അവിടത്തോട്ടം മൾട്ടിപർപ്പസ് ആക്കുക. ആ ഒറ്റ രക്ഷയേ ഉള്ളൂ. അല്ലാണ്ട് ഞാൻ വെട്ടിക്കളയാൻ വേണ്ടി പാനിട്ടിറക്കുമ്പോൾ ഇത് കണ്ടത്. ഞാനിപ്പോൾ അടുത്തൊക്കെ ചെയ്യാൻ പോവാ. ഞാറ്റുവല വരാൻ നോക്കി ഞാൻ എല്ലാ റബ്ബറിലും പിടിപ്പിക്കാൻ പോകും. എനിക്കിപ്പോൾ ഞാൻ റിട്ടയറായി.
ടൈമുണ്ട്, ഫ്രീ സമയമുള്ളപ്പോ കുഴപ്പമില്ല. ഇതിനു വേണ്ടി എപ്പോഴും നമ്മൾ പുറകെ നടക്കണം അല്ലേ? നടക്കാൻ പറഞ്ഞ ഇത്രേ ഉള്ളൂ. റബ്ബർ കൊടി ഇട്ട് കഴിഞ്ഞാൽ കൊടി കയറി പോരുന്നതനുസരിച്ച് നമ്മൾ പയ്യെ കെട്ടി കൊടുക്കണം. നിലത്ത് ഇത് കെട്ടി കിടന്നില്ല, നമ്മൾ പയ്യെ കെട്ടി ഒട്ടിച്ചൊടിച്ച് വെച്ചില്ലെങ്കിൽ നിലത്തൂടെ പടന്നു പോകും. ഇങ്ങനെ നിലത്തൂടെ പടന്നിങ്ങനെ നീണ്ട് എവിടെയെങ്കിലും പോകും. അന്നേരം അതേ മുളക് ഉണ്ടാവില്ല. നിലത്തൂടെ പോകുന്നതേ മുളക് ഉണ്ടാവില്ല. എവിടെയെങ്കിലും ഒരു പിടുത്തം വേണം. അങ്ങനെ കെട്ടി അത് കുറേശ്ശെ കുഞ്ഞു വള്ളി മതി, ഒന്ന് ഉടക്കി ഒന്ന് പിടിച്ചിരുന്നാൽ മതി. അങ്ങനെ പിടിച്ചിരുന്ന് കയറി മേലോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ കുറേ അങ്ങ് പോയാൽ പിന്നെ പോരില്ല. പിന്നെ 2-3 കൊല്ലത്തേക്ക് നമ്മൾ ഇതിനെ ശ്രദ്ധിച്ചാൽ മതി. പിന്നെ ഒന്നും വേണ്ട, പിന്നെ വളർന്നോളും. പിന്നെ ഈ പറഞ്ഞ നല്ല ചൂടുകാലം വരുമ്പോൾ ഇച്ചിരി വെള്ളം ഒഴിച്ചു കൊടുക്കും. വേറെ പരിപാടിയില്ല. പറഞ്ഞു വരുമ്പോൾ ഒരു അടിക്ക് 2 പക്ഷി അല്ലേ? ഞാൻ എൻ്റെ വീട്ടിൽ റബ്ബറൊക്കെ വേനൽക്കാലത്ത് കംപ്ലീറ്റ് നനച്ച് ഓസിട്ട് നനച്ച് പിടിപ്പിച്ച റബ്ബറാണ്. അന്ന് എല്ലാവരും 105 വെച്ചിട്ടുണ്ടപ്പോൾ 414 പുതിയ ഇനം വന്ന് ഈ പറമ്പിൽ തന്നെ തൊലിക്കാനോ അല്ല വെട്ടിയെ കുറച്ച് പാല് കിട്ടും. പക്ഷെ DRC ഇല്ല. പാല് തന്നെയല്ലേ അതിൻ്റെ കുഴപ്പം എന്താ വെച്ചാൽ വെട്ടിക്കഴിഞ്ഞാൽ സാധാരണ നല്ല മരം വെട്ടിക്കഴിഞ്ഞാൽ ഒരു മണിക്കൂർ പാല് വീഴ്ച നിൽക്കും. ഇത് നിൽക്കില്ല. ഇത് ഇങ്ങനെ ഒഴുകിക്കൊണ്ടേയിരിക്കും. ഒഴിയാൻ മരം പോവുക. പിന്നെ കാലക്രമേണ ചീക്ക് പിടിച്ചങ്ങ് പോവുക. എല്ലാത്തിനും ഉണ്ട് ചീക്ക്, ഇല്ലെന്നല്ല. എങ്കിലും 414 ഏറ്റവും വെള്ളത്തിൽ ചീക്ക് പിടിക്കുക, വെള്ളത്തിൽ തണുപ്പിൽ കുഴപ്പം. ഞാൻ ഈ പറമ്പിൻ്റെ ആ മൂല ഒരു 15 കൊണ്ട് വെച്ച് അത് ഒന്നിനും കൊള്ളൂല. വെറുതെ പോയി. ഞാൻ പരീക്ഷിക്കാൻ വീട്ടിൽ പറമ്പിലവിടെ നെറ്റോർത്ത് പറമ്പിൽ 105 വെച്ചു. അവിടെ നാട് പാലും കിട്ടുന്ന DRC ഉണ്ട്. അത് രക്ഷപ്പെട്ടു. ഇവിടെ മാത്രം ഞാൻ വീട്ടിൽ അവിടെ കുറച്ചല്ലേ ഉള്ളൂ വീടിനെ വെച്ചതാ. എനിക്ക് തന്നെ വെട്ടാല്ലേ, എനിക്ക് തന്നെ വെട്ടാല്ലേ. അങ്ങനെ വെച്ചത്. അത് ശരി. അതാണ് ഇതിന്റെ എല്ലാത്തിന്റെ പ്രത്യേകത. വെട്ടിക്കളയാൻ ആലോചിച്ചപ്പോഴാണ് ഇങ്ങനെ അടിയിലേക്ക് വന്നത്. അതെ. ഇപ്പൊ റബ്ബറിന്റെ കാര്യം, റബ്ബറിന്റെ ഇത്രയും വില കുറഞ്ഞ സ്ഥിതിക്ക് റബ്ബർ മൾട്ടിപർപ്പസ് ആക്കി. റബ്ബർ പറമ്പ്, റബ്ബർ പറമ്പ് മൾട്ടിപർപ്പസ്. റബ്ബർ വളരെ വെട്ടിക്കളയുന്നതിൽ എനിക്ക് അഭിപ്രായം തെറ്റാണെന്ന് പറഞ്ഞല്ലേ? കാരണം ഈ വില കൂടാ. റബ്ബർ വ്യാവസായിക സാധന, വ്യവസായ സാധന, കാർഷിക സാധനമല്ല. ചിലപ്പോ അതായത് 80 രൂപ ആയിരം സാധനത്തിൽ ഇപ്പൊ 145 ഉണ്ടല്ലോ. ഇപ്പൊ ഇച്ചിരി കൂടിയിട്ടുണ്ട്. അപ്പൊ നമ്മളത് റബ്ബറിന്റെ അറ്റമൊക്കെ മുറിച്ച് കൂടിയിട്ട് കഴിഞ്ഞാൽ കൊടിയില്ല, റബ്ബറില്ല. റബ്ബർ ഒരിക്കലും വെട്ടി കളയാൻ പറ്റില്ല. ഒരിക്കലും ഇല്ല. മൾട്ടിപർപ്പസ് ആയിട്ട് ആ പറമ്പ് വേറെ തരത്തിലും കൂടെ ഉപയോഗപ്പെടുത്തുക. അതിലാണ്ട് എന്തെങ്കിലുമൊക്കെ പറ്റുന്ന സാധനങ്ങൾ. അതായത് റബ്ബറിനിടയ്ക്ക് വളരാൻ എളുപ്പമുള്ളത് റബ്ബർ, കാപ്പി, ഇങ്ങനെയുള്ള വേറെ എന്നതാ ഉള്ളത്. അത് അടയ്ക്കാമരം, കാപ്പി. അടയ്ക്കാമരം, കാപ്പി ഇത് രണ്ടും ഇതിനകത്ത് വളരും. ഞാൻ മുഴുവൻ അടയ്ക്കാമരം വെച്ചേക്കും. എല്ലായിടത്തും അടയ്ക്കാമരം. ഇതെല്ലാം ഒരുപാട് വെച്ചിട്ടുണ്ട്, മുഴുവൻ വെച്ചിട്ടുണ്ട്. കാരണം അടയ്ക്കാമരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പരിധി വരെ അതിൻ്റെ പേര് പോവുള്ളൂ. അടയ്ക്കാമരം തണലും കൂടെയാണ്. അതുകൊണ്ട് നല്ല ചൂട് കാലത്തും കുറച്ച് തണൽ റബ്ബറിന് കിട്ടുക. ഈ റബ്ബറിന് പറ്റുന്ന ഈ ഇല അങ്ങ് പൊഴിഞ്ഞ് കഴിഞ്ഞാൽ ആദ്യം ചൂടാണ്. ഈ പറമ്പ് വല്ലയിടത്ത് വല്ല രക്ഷയുണ്ടോ? ഇല അങ്ങ് പൊഴിഞ്ഞാൽ ഒന്നുമില്ല, ഭയങ്കര ചൂടാണ്. ആ സമയത്താണ് നമ്മൾ ഈ കൊടിക്ക് ഇച്ചിരി കുറേശ്ശെ വെള്ളം ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ കൊടി കംപ്ലീറ്റ് അങ്ങോട്ട് വാടി പോവില്ല. അതിനിട്ടാണ് അങ്ങ് ചെയ്തുകൊണ്ട് ഏറ്റവും വലിയ കാര്യം എന്ന് വെച്ചാൽ ഈ തോട്ടത്തിനും വീട്ടിൽ 2 തോട്ടം കണ്ടു. ഈ രണ്ടിടത്തെയും കംപ്ലീറ്റ് കാര്യങ്ങൾ ഒരു കാര്യം ഞങ്ങൾ തന്നെയാണ്, വേറെ ആരും ഇല്ല. പണിക്കാരായിട്ടൊന്നുമില്ല. പിന്നെ പല ഇപ്പൊ തന്നെ കാപ്പിക്കുരു മുഴുവൻ കൂടുതലും പറിച്ചത് വൈഫാ പറിച്ചത്. പുള്ളിക്കാരത്ത് അവിടെ കുതിര ഇരിപ്പുണ്ട്, അവിടെ ചോന്നിരിക്കേണ്ട സാധനം ഇരിപ്പുണ്ട്, അവിടെ ഇരിപ്പുണ്ട് സാധനം. അതേ കയറി ഇരുന്നിട്ട് പുള്ളിക്കാരത്തി പറിച്ചു. ഇപ്പം ആ കുതിര ഇരിക്കുന്ന അവിടെ ആ റബ്ബറ് മുഴുവൻ കുരുമുളക് ഉണ്ടായിരുന്നു. ചില സീസണിൽ ചില കുരുമുളക് പഴുക്കും. അത് മുഴുവൻ എന്തെങ്കിലും പറിച്ചുകൊണ്ട് പോയി. അങ്ങനെ ചില ആദ്യം പഴുക്കണം, ആദ്യം നമ്മൾ തന്നെ പറിച്ചെടുക്കുക. പിന്നെ ഒരുപാടൊക്കെ ഇങ്ങനെ പടർന്ന് പോവാണെങ്കിൽ ഇപ്പം എന്ത് ചെയ്യും? അന്നേരം എല്ലാ സെറ്റപ്പ് ഉണ്ട്. ഏണിയുണ്ട്, ഓണിയുണ്ട്, എല്ലാം ഉണ്ട്. ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല. വേറെ കാര്യം ചെയ്യാൻ വേണേ കുറച്ച് പുറത്തേക്ക് മുകളിലേക്ക് അഴിച്ച് താഴത്തേക്ക് വിടാം. അങ്ങനെ ഇങ്ങോട്ട് ഓടിക്കാം. അങ്ങനെ ഉണ്ട്. ഞാൻ കുറെ അങ്ങനെ വിട്ടിട്ടുണ്ട്. താഴത്തേക്ക് വീണ്ടും തിരിച്ച് അങ്ങോട്ട് വിടും. അത് അതിന്റെ അറ്റം ഇവിടെ കെട്ടി കൊടുക്കുക. അറ്റം ഏതെങ്കിലും മരത്തിലേക്ക് നമ്മളൊന്ന് കെട്ടിക്കൊടുക്കുക. അത് പിന്നെ കയറിപ്പോക്കോളും. അങ്ങനെ ചെയ്യാൻ പറ്റും പരിപാടി. ഇപ്പോൾ ഫ്രണ്ട്സ്, അപ്പം ഡൊമിനിക്കിൻ്റെ അഭിപ്രായം നമ്മൾ കേട്ടു. അപ്പോൾ നിങ്ങൾ റബ്ബറുള്ള ഓരോരുത്തരും വെട്ടിക്കളയാതെ അതിനൊപ്പം തന്നെ ഇടവേളയായിട്ട് നമ്മൾ കുരുമുളക്
നട്ടുപിടിപ്പിക്കുക. കാപ്പി എന്തൊക്കെ അടക്കം നട്ടുപിടിപ്പിക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലതായിരിക്കും. ചിലപ്പോൾ ഇതുപോലെ തന്നെ റബ്ബറിന് വില കൂടുവാണെങ്കിൽ നിങ്ങൾക്ക് റബ്ബറും വെട്ടാം, അപ്പം അതിൻ്റെ വരുമാനം കിട്ടും. കുരുമുളക് വിൽക്കുമ്പോൾ അതിൻ്റെ വരുമാനം കിട്ടുകയാണ് അല്ലേ? അപ്പോൾ അതായിരിക്കും എനിക്ക് ഏറ്റവും നല്ലത് തോന്നുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ കൂടെ അവസാനിപ്പിക്കാൻ സമയമായി. അപ്പോൾ ഞങ്ങൾ അടുത്ത വീഡിയോ ഇടുന്നവരെ നിങ്ങൾ വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഞങ്ങൾ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടൊക്കെ കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ട് സൈഡിലെ ബെല്ലൈക്കൻ അമർത്തുവാണെങ്കിൽ ഞങ്ങളുടെ ഓരോരോ പുതിയ വീഡിയോസ് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ക്യാമറമാൻ അദ്വൈതിനൊപ്പം നിങ്ങൾ സ്വന്തം അൻസൽ സൈനിങ് ഔട്ട്.